കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സുരയുടെ അരികെ ജീവ ഇരിക്കുകയാണ്. ഈ സമയം സതി പറഞ്ഞു, മോനെ നീ സുരേനെ ഒന്ന് വിളിക്ക്. നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൾ കണ്ണു തുറക്കും. നിന്റെ വിളി അവൻ കേൾക്കും, എനിക്ക് ഉറപ്പുണ്ട്. ഗിരിദേവൻ അങ്ങനെയാ പറഞ്ഞെന്ന് പറയാം. ഈ സമയം ലീല പറഞ്ഞു, ശരിയാ മോനെ, അത് നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണു തുറക്കുന്ന ഗിരിദേവൻ പറഞ്ഞു, ഒന്ന് വിളിക്കാൻ പറയണം. അങ്ങനെ സുരേനെ ജീവ വിളിക്കണം. കുറെ തവണ വിളിച്ചിട്ടും ഒരനക്കവും ഇല്ല. എല്ലാവർക്കും വല്ലാത്ത സങ്കടം. ഇനിയിപ്പോ എന്ത് ചെയ്യും ലീല ഞാൻ എന്നും പറഞ്ഞ് സതി കടന്ന് കരയുവാണ്. പെട്ടെന്നാണ് ജീവ ആ കാഴ്ച കടന്ന് സൂര്യയുടെ കൈ മെല്ലെ അനങ്ങുന്നു. ദേ അമ്മ നോക്കമ്മേന്ന് പറയണം. നോക്കിക്കഴിഞ്ഞപ്പം സൂര്യയുടെ കൈ പതുക്കെ ചലിച്ചു. കണ്ണു തുറക്ക് സുരയെന്ന് പറഞ്ഞ് ജീവ അവിടെ കിടന്ന് കരയുക. പതുക്കെ പതുക്കെ സൂര്യ ഇങ്ങനെ കണ്ണു തുറന്നു വന്നു. കണ്ണു തുറന്ന് ജീവനെ കാണുവാണ്. അങ്ങനെ ജീവനെ കണ്ടപ്പോഴത്തേന് തന്നെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ജീവനെ കെട്ടിപ്പിടിക്കുകയാണ് അങ്ങോട്ട്. ഇത് കണ്ടത് ബാക്കി എല്ലാവർക്കും സന്തോഷമായി. ഈ സമയം ജീവയുടെ അച്ഛൻ പറഞ്ഞു, ഇപ്പോഴേ എനിക്ക് സമാധാനമായത് കണ്ടില്ലേ. അങ്ങനെ ഈ കിടക്കുന്ന കിടപ്പിലും ഇവര് തമ്മിലുള്ള ആ സ്നേഹം എത്രമാത്രമാണ്. നമ്മളെക്കാളും കൂടുതലായിട്ട് ഇവര് പരസ്പരം സ്നേഹിക്കുന്നുണ്ട്. നമ്മളാണത് മനസ്സിലാക്കാതെ പോയെന്ന് പറയാം. ഈ സമയം ഉണ്ണിമോളുടെയും ഗിരിദേവന്റെയും വാവയുടെ അടുത്ത് ഉണ്ണിമോള് നിൽക്കുകയാണ്. ഉണ്ണിമോള് പറഞ്ഞു, എനിക്കൊന്നും അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെന്ന് പറയാം. വാവര് പറഞ്ഞു, ഇനിയിപ്പോ ഉണ്ണിമോള് കൂടുതലായിട്ടൊന്നും ഓർക്കണ്ടെന്ന് പറയാം. എന്നാലും ആ മണിമാളിയിൽ എങ്ങനെ ഞാൻ എത്തിപ്പെട്ടത്? എനിക്ക് മുത്തശ്ശിയുടെ മുഖമൊക്കെ ഓർമ്മയുള്ളൂ, ബാക്കി ആരുടെയും മുഖം ഓർമ്മയില്ല എന്ന് പറയാം. അതോർത്ത് ഇനിയിപ്പോ ഉണ്ണിമോള് വിഷമിക്കണ്ട. ഇനിയിപ്പോ ആരുടെയെങ്കിലും മുഖം ചിന്തയെ കൊണ്ടുവരാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കത്തില്ല. കാരണം അവര് ഉണ്ണിമോളെ മനസ്സിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും മായ്ച്ചു കളഞ്ഞെന്ന് പറയാം. ഈ സമയം ഉണ്ണിമോള് പറഞ്ഞു, എന്നാലും എനിക്ക് എന്തായിരിക്കും സംഭവിച്ചേ? പറഞ്ഞല്ലോ, ഇനി അപ്പൊ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടെന്ന്. ഉണ്ണിമോൾക്ക് ആപത്തൊന്നും വന്നില്ലോ. എനിക്കറിയാം എനിക്ക് ആപത്തൊന്നും വരില്ലെന്ന്. കാരണം എന്റെ കൂടെ ഗിരിദേവനും വാവരും ഉണ്ടല്ലോ. ഗിരിദേവനും വാവരും ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയാ ഗിരിദേവ ആപത്ത് വരണേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം ഗിരിദേവൻ വാവരെ നോക്കി ഒന്ന് ചിരിക്കുക. പിന്നീട് പറഞ്ഞു, അല്ല മുത്തശ്ശി എന്തെന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശി അപ്പുറം ഉണ്ടെന്ന് പറയാ. എന്നാലും മുത്തശ്ശി എങ്ങനെ അല്ല ഇങ്ങോട്ട് എങ്ങനെയാ വന്നേന്ന് പറയാ. മുത്തശ്ശി ആ കൃത്യസമയത്ത് തന്നെ എത്തി. അതൊന്നും ഉണ്ണിമോൾക്ക് പറഞ്ഞാൽ ഇപ്പം മനസ്സിലാകത്തില്ല എന്ന് പറയാ. എനിക്ക് എന്തായാലും കുഴപ്പമില്ല. എനിക്കിപ്പൊ ഇനിയിപ്പം മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു കാര്യം ഉറപ്പാ, ഞാനിവിടെ വന്നോണ്ടല്ലേ ആ അമ്മയ്ക്ക് അമ്മയുടെ മോനെ തിരികെ കിട്ടിയെന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഗിരിദേവൻ പറഞ്ഞു, ശരിയാ ഉണ്ണിമോള് വന്നോണ്ടാന്ന് പറയാ. ഉണ്ണിമോളെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേട്ടനെ രക്ഷിച്ചെന്ന് പറയാം. ഇത് കേട്ടപ്പം ഉണ്ണിമോൾക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് ഉണ്ണിമോള് പറഞ്ഞു, എന്നാ ഗിരിദേവ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുക. ഇപ്പോഴോ? അതെന്താ ഇപ്പൊ പോയാലോ? നമുക്ക് ഉള്ള നേരത്തെ വീട്ടിലെത്താലെന്ന് പറയണേ. വേണ്ട, അതെ ഇച്ചിരി പരിപാടിയും കൊണ്ട് ഒരു കല്യാണം കൂടെ കൂടിയിട്ട് പോകാന്ന് പറയണ. കല്യാണം കൂടാനാ? ഈ ഗിരിദേവൻ എന്താ പറയണേ? എനിക്കൊന്നും മനസ്സിലായില്ലോ എന്ന് പറയാ. പിന്നീട് കാണിക്കുന്ന അനു നടന്നു പോവാണ്. മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അനുവിന്റെ കല്യാണത്തിലുള്ള പൈസയൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഗിരിദേവനും ഉണ്ണിമോളും ഒക്കെ ചെന്ന് അനുവിനെ രക്ഷിക്കുന്നത്. അങ്ങനെ അനുരാഗുമായിട്ട് കല്യാണമൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അനു ഇങ്ങനെ നടന്നു പോണ സമയത്താണ് അങ്ങോട്ട് ശ്രീരാജ് വരുന്നത്. അപ്പൊ ശ്രീരാജ് എന്ന് പറഞ്ഞാൽ അനുവിനെ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്ന് 2 വർഷം പ്രേമിച്ചിടന്ന. എന്നിട്ട് പണം കൊടുത്തില്ല എന്ന് പറഞ്ഞ് ശ്രീധനത്തിന്റെ പേരില് പിണങ്ങി അവൻ ഉടക്കി പോയാനോ അവന്. അങ്ങനെ അനു പറഞ്ഞായിരുന്നു, എനിക്ക് ഇനി ഇവനെ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന തന്റെ മുറിച്ചെറുക്കനായ അനുരാഗിനാണ് വിവാഹം കഴിച്ചത്. അപ്പൊ ക്ഷേത്രത്തിൽ പോയിട്ട് അനു പോണ സമയത്താണ് ശ്രീരാജ് ബൈക്കും കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അനുവിനെ കണ്ടും പെട്ടെന്ന് ബൈക്ക് നിർത്തി. ഓ, നീ ഭയങ്കര സുന്ദരിയായല്ലോ കല്യാണത്തിന് ശേഷം. മുഖമൊക്കെ അങ്ങോട്ട് നല്ല കളർ വെച്ച് നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയാ. ഇത് കേട്ടതും അനുവിന് അനാവശ്യം പറയില്ലെന്ന് വേണ്ട. അനാവശ്യം പറയില്ലെന്നോ? ഓ, 2 വർഷക്കാലം ഞാൻ നിന്നെ സ്നേഹിച്ചല്ലേ. ഈ സമയം അനു പറഞ്ഞു, സ്നേഹിച്ചു പോലും നിങ്ങൾ എന്നെ അല്ല സ്നേഹിച്ചേ, എന്റെ പണത്തെ അല്ല സ്നേഹിച്ചേ. പണം കിട്ടില്ല എന്ന് അറിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം കൂടെ മാറ്റി, ശരിയല്ലേ എന്ന് ചോദിക്കാം. അതേടി നീ അതൊക്കെ പറയും. അതെ എന്റെ കല്യാണം ഈ അടുത്ത് ആയിട്ടുണ്ട്, ഉടനെ തന്നെ എന്റെ കല്യാണം ഉണ്ടാവും, അറിയാലോ. അതിനു മുമ്പ് എനിക്ക് ചില പ്രതികാരങ്ങളൊക്കെ തീർക്കാണ്ട് നിന്നോടൊന്ന് പറയാ. ഇത് കേട്ടും അനു ചോദിച്ചു, എന്ത് പ്രതികാരം ചെയ്യണ്ടേ? ശരിക്കും പറഞ്ഞ ഞാനല്ലേ നിങ്ങളോട് പ്രതികാരം ചെയ്യേണ്ടതെന്ന് ചോദിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ മുഖം ഭയങ്കര സുന്ദരമാണല്ലോ. ഈ മുഖമാണല്ലോ പ്രശ്നം. അപ്പൊ ഈ മുഖം അങ്ങോട്ട് വിരൂപമായാലോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ബൈക്ക് 2 പേര് പുറകെ വരുന്നുണ്ടായിരുന്നു. അവരവിടെ വണ്ടി നിർത്തുകയാണ്. പെട്ടെന്ന് അനുവിന്റെ കയ്യിലേക്ക് ഒരു ശ്രീരാജ് അങ്ങ് പിടിക്കുക. അവന്മാരും കൂടെ അങ്ങോട്ട് അടുത്തേക്ക് വന്നു. അവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. ഒരു പെണ്ണിനെ നടുറോട്ട് വെച്ച് പിടിച്ചോണ്ടിരിക്കുകയെന്ന് മനസ്സിലായി, കയ്യെ കയറി പിടിച്ചോണ്ടിരിക്കുന്നു മനസ്സിലായി. പെട്ടെന്ന് അനു എന്ത് ചെയ്യാണ്, വിടറാന്ന് പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് തട്ടി മാറ്റുമ്പോഴത്തേനും വിടിവിച്ചിട്ട് ഓടാൻ ശ്രമിക്കുമ്പോഴത്തേനും ശ്രീരാജ് എന്ത് ചെയ്യുകയാണ്, പോയി വീഴുവാണ്, പുറകോട്ട് മറിഞ്ഞു വീഴുക. കൃത്യം ചെന്ന് തലയടിക്കുന്ന ഒരു കല്ലിനിട്ടും തല പൊട്ടി ചോര ഇങ്ങനെ ഒഴുകുവാണ്. ഈ കാഴ്ച കണ്ട് ആ ബൈക്കിലെ പുറകെ വന്ന അവന്മാർ എന്ത് ചെയ്യണം, അവര് വാടാ നമുക്ക് പോവാടെന്ന് പറഞ്ഞ് അവര് ബൈക്ക് എടുത്തോണ്ട് ഓടി രക്ഷപ്പെടുക. ഈ സമയം അനുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവനിങ്ങനെ ചോര വാർന്ന് പോയി അവിടെ കിടക്കുവാണ്. അപ്പോഴാണ് അനുവിന്റെ അച്ഛൻ അങ്ങോട്ട് വരുന്നേ. അച്ഛനെ കണ്ട അനു പറഞ്ഞു, അച്ഛൻ ഞാന്
മോളെ എന്താ എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അതെ ശ്രീരാജ് അവൻ എന്റെ കയ്യെ പിടിച്ച് വലിച്ച് ഉപദ്രവിക്കാൻ ശ്രമിച്ചു, എന്റെ മുഖം വീർതമാക്കാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഞാന് കൈ കുതിർച്ച അവൻ പോയി വീണെന്ന് പറയണ. മോളെ ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് എങ്ങനെയാലും ഇവിടുന്ന് പോകാന്ന് പറയണ എന്നും പറഞ്ഞുകൊണ്ട് മോളുടെ കൈയും പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ ഓടുവാണ്. പിന്നീട് കാണിക്കുന്ന ഒരു മരത്തിന്റെ വീട്ടിൽ മുത്തശ്ശി ഇരിക്കുക. മുത്തശ്ശി പറഞ്ഞു എനിക്കിനി വയ്യേ നടക്കാനായിട്ട്, നന്നായിട്ട് ഞാൻ മടുത്തെന്ന് പറയാം. ഉണ്ണിമോള് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി ഇങ്ങോട്ട് എങ്ങനെ വന്നേ? ഓ അത് പിന്നെ എനിക്ക് ഒരാൾ കൂട്ടുണ്ടായിരുന്നു. ആര് കൂട്ട്? എന്നെ കൈപിടിച്ച് നടത്താനായിട്ടെ എന്റെ അയ്യപ്പസ്വാമി എന്നോടൊപ്പം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത് അറിഞ്ഞില്ലെന്ന് പറയാം. ഈ സമയം ഗിരിദേവനും വാവരും പരസ്പരം നോക്കി ചിരിക്കുകയാണ്. ഉണ്ണിമോള് പറഞ്ഞു നമുക്ക് പോയാലോ? പോകാം. അല്ല മുത്തശ്ശി പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, മുത്തശ്ശി ഈ കാര്യങ്ങളൊന്നും വീട്ടിൽ ചെന്ന് പറയില്ല കേട്ടോ, ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ. അച്ഛൻ എന്നെ ഇനി ഒരിടത്തും വിടത്തില്ല എന്ന് പറയാം. ഇത് കേട്ടതും ദേവകൻ പറഞ്ഞു ഏയ് ഞാൻ ചെന്ന് പറയാനൊന്നും പോകുന്നില്ല, ഉണ്ണിമോള് ധൈര്യമായിട്ടിരിക്കുക, ഞാൻ പറയില്ല എന്ന് പറയാം. പെട്ടെന്ന് ഗിരിദേവൻ പറഞ്ഞു മുത്തശ്ശി എന്നാ നമുക്ക് പോയാലോ? ഇല്ല ഗിരിദേവ, എനിക്ക് ഒരടി നടക്കാൻ പറ്റുമെന്ന് തോന്നില്ല, അതുകൊണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, മുത്തശ്ശി ഇവിടെ ഇരിക്കേ, ഞങ്ങൾ പോയി ഒരു വണ്ടി വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് രണ്ടുപേരും കൂടെ. ഈ സമയം ഒരാൾ കാറ് വന്ന് അവിടെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഉണ്ണിമോളും മുത്തശ്ശിയും ഇവരൊക്കെ സംസാരിച്ചു നിൽക്കുന്നുണ്ടു. അപ്പൊ ഗിരിദേവനും ബാബരും അങ്ങോട്ട് പോയ ഉടനെ ഉണ്ണിമോടെ മുത്തശ്ശിയുടെ അരിയിലേക്ക് അയാൾ അങ്ങോട്ട് വരുവാണ്. അയാൾ വണ്ടി നിർത്തി. എന്നിട്ട് അല്ല നിങ്ങളിത് എവിടെ വന്നാന്ന് ചോദിക്കും. മുത്തശ്ശി പെട്ടെന്ന് പറഞ്ഞു ഞാൻ ശ്രീരാമന്റെ ക്ഷേത്രത്തിൽ വന്നാ. ആണോ? അല്ല ഇതിലൂടെ ഇപ്പൊ ബസ്സൊന്നുമില്ല, കുറച്ചു മുമ്പ് ഒരു ബസ് പോയതേ ഉള്ളൂ, ഇനിയിപ്പോ വൈകുന്നേരം ഉള്ളെന്ന് പറയണം. അത് കുഴപ്പമില്ല, ഞങ്ങളുടെ കുട്ടികൾ വണ്ടി വിളിക്കാൻ പോയിട്ടുണ്ട്, ഇപ്പൊ തന്നെ വരുമെന്ന് മുത്തശ്ശി പറയാണ്. അതിന്റെ ആവശ്യമൊന്നുമില്ല, ഇതേ ഞാൻ ഈ ബസ് സ്റ്റോപ്പ് വഴിയാ പോണേ, ഈ വണ്ടിക്ക് കയറിക്കോ, ഞാൻ ബസ് സ്റ്റോപ്പിൽ ഇറക്കാന്ന് പറയാം. മുത്തശ്ശി പറഞ്ഞു വേണ്ട, കുട്ടികൾ വന്നിട്ട് അവരോടൊപ്പം ഞാൻ നിങ്ങൾ വന്നോളാന്ന് പറയാം. ഇത് കേട്ട അയാൾ ഉണ്ണിമോളുടെ അടുത്തേക്ക് വന്നു. മോളെ ഇങ്ങോട്ട് വാ, മാമനല്ലേ വിളിക്കുന്നേ, വന്ന് വണ്ടിയെ കയറാൻ പറയാണ്. ഉണ്ണിമോള് പക്ഷേ സമ്മതിച്ചില്ല. അവസാനം അയാൾ ഉണ്ണിമോടെ കയ്യെ പിടിച്ച് വലിക്കുവാണ്. എന്നിട്ട് അകത്തേക്ക് കൊണ്ടുപോവാ, എടുത്ത് തോളത്ത് കിടത്തി വണ്ടിയിലേക്ക് കൊണ്ട് ഇടുവാണ്. മുത്തശ്ശി അവിടെ കിടന്ന് അലറി കരയുവാണ്. പക്ഷെ അയാൾ വണ്ടി നിർത്താൻ കൂട്ടാക്കിയില്ല. പിന്നീട് കാണിക്കുന്ന അയാൾ വണ്ടി ഓടിച്ചോണ്ട് കുറെ ദൂരം പോയി കഴിയുമ്പോഴത്തേനും അയാളുടെ വണ്ടി പെട്ടെന്ന് ഓഫായി പോവാണ്. ഇതെന്താ, എന്ത് പറ്റി? വണ്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തതാണല്ലോ, എന്ത് പറ്റിയെന്ന് ഓർത്ത് അയാൾ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുക. എന്തേലും വലിയ പ്രശ്നമാണോ, കേടായതാണോ? ഈ സമയത്ത് ഉണ്ണിമോള് പുറകെ കിടക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഉണ്ണിമോള് ശബ്ദം കേട്ടിട്ട് അയാൾ തിരിഞ്ഞു നോക്കണം. എന്ത് പറ്റി മാമ, വണ്ടി ഓടുന്നില്ലല്ലേ? നല്ല കഥയായിപ്പോയെന്ന് പറയണേ. നീ എന്തിനാ? അതെ മാമനെ എന്നെ ശരിക്കും അറിയത്തില്ലാഞ്ഞിട്ടാന്ന് പറയാ. ഇത് കേട്ടോ അയാളോർത്തു ഈ പെണ്ണതിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലല്ലോ. മാമൻ എത്രയും പെട്ടെന്ന് എന്നെ ഒരിടത്ത് കൊണ്ടേ എത്തിക്കണമല്ലോ, അവിടെ കൊണ്ടേ എത്തിക്കും മാമ എന്ന് പറയാണ്. പെട്ടെന്ന് അയാൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഒന്നുകൂടെ നോക്കി. ഇല്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. പെട്ടെന്നാണ് ആ ഒരു കാഴ്ച കാണുന്നത്. ഉണ്ണിമോള് പറഞ്ഞു അതെ മുമ്പിലേക്ക് നോക്കുക. മാമനൊന്ന് നോക്കാൻ പറയണം. നോക്കിക്കഴിഞ്ഞപ്പോ ഒരു പുലി അങ്ങോട്ട് നിൽക്കുന്നു. പുലിയെ കടന്ന് ഞെട്ടിപ്പോയി. അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല. ഈ സമയത്ത് ഉണ്ണിമോള എങ്ങനെയുണ്ട് മാമ, കൊള്ളാവോന്ന് ചോദിക്കുകയാണ്. അയാൾ പുറകെ തിരിഞ്ഞു നോക്കിയപ്പോഴും 3 ഉണ്ണിമോളെ കണ്ടു. അയാൾക്ക് വെപ്രാളമായി. അയാൾ ഇറങ്ങി വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഓടുവാണ്. കാരണം അയാൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു ഇങ്ങനെയൊരു ട്വിസ്റ്റ്. ഈ സമയത്ത് ഗിരിദേവനും വാവരും കൂടെ അങ്ങോട്ട് വരുവാണ്. അപ്പൊ ഗിരിദേവനാണ് ഉണ്ണിമോളുടെ രൂപത്തിൽ അവിടെ എത്തി അയാളെ പേടിപ്പിച്ചതൊക്കെ. ആ സമയത്ത് ഉണ്ണിമോള് പുറകെ കിടന്ന് നല്ല മയക്കത്തിലായിരുന്നു. അങ്ങനെ വന്ന് ഉണ്ണിമോളെ വിളിക്കുകയാണ്. ഉണ്ണിമോള് ചാടി എഴുന്നിട്ട് ചുറ്റും നോക്കി. അയ്യോ ഞാനിത് എവിടെയാ ഗിരിദേവ എന്നൊക്കെ ചോദിച്ച് വെപ്രാളമായി പോയി. കാരണം ഉണ്ണിമോളെ പിടിച്ചോണ്ട് വന്ന കാര്യം ഉണ്ണിമോൾക്ക് അറിയത്തുള്ളൂ, ബാക്കിയൊന്നും ഉണ്ണിമോൾക്ക് അറിയത്തില്ല. പെട്ടെന്ന് പറഞ്ഞു ഉണ്ണിമോള് പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്ന് പറയണം. അല്ല മുത്തശ്ശി എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. ഈ സമയത്താണ് മുത്തശ്ശി ഉണ്ണിമോളെ ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് വരുന്നേ. ഉണ്ണിമോൾക്കാണ് സങ്കടവും സന്തോഷമെല്ലാം ഒരുമിച്ച് വന്നു. മരണത്തിൽ നിന്നാണ് കഷ്ടി രക്ഷപ്പെട്ടിരിക്കുന്നത്. ഈ സമയം ദേവയമ്മ വന്നിട്ട് ചോദിച്ചു ആരെന്റെ മോളെ തട്ടിക്കൊണ്ട് പോയെന്ന് ചോദിക്കാം. അയാളെ മുത്തശ്ശി ഇനിയും കാണുന്നു പറയണം. അയാളെ കാണാൻ ഞാനാ? അതെ മുത്തശ്ശിനെ ഉടനെ തന്നെ അയാളെ വീണ്ടും കാണുന്നു പറയണേ. ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്കും ഉണ്ണിമോക്കും ഒന്നും മനസ്സിലായില്ല കാര്യം എന്താന്നുള്ളത്. പിന്നീട് കാണിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അനുപോയിരിക്കുന്ന സമയത്ത് അച്ഛനെ ആശ്വസിപ്പിക്കാം, മോള് വിഷമിക്കാതിരിക്കുക, ഇനിയിപ്പൊ അയവനെ ഒന്നും സംഭവിച്ചു കാണത്തില്ലായിരിക്കും, എന്നാലും വെച്ചാ ചോര തെറിക്കുന്ന കണ്ടല്ലേ നമ്മളോടൊന്ന് ഓടിപ്പോന്നേ, എന്തായി എങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ, എന്തിനാ മോളെ ഉപദ്രവിക്കാൻ വന്നിട്ടില്ലേ മോളങ്ങനെ തള്ളിയിട്ടെ, വേറൊന്നും കൊണ്ടല്ലോ, അതുകൊണ്ട് മോള് ധൈര്യമായിട്ട് പേടിക്കൊന്നും വേണ്ട, എന്ത് വന്നാലും ഈ അച്ഛൻ നോക്കിക്കോളാന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.